ഹായ് ഹലോ, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താണെന്നറിയോ, ഈ മാസം എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട മാസമാണ്. കാരണം എന്താണെന്നറിയോ, ഈ മാസം എൻ്റെ മൂത്ത പുത്രിയുടെ പിറന്നാൾ ആണ്. ഇന്ന് 25th, നാളെ 26th, നവംബർ 26th എൻ്റെ കുഞ്ഞിന്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഒന്ന് എന്താ പറയാ സന്തോഷിക്കാൻ വിചാരിച്ചു. ആഘോഷം എന്ന് പറയാൻ പറ്റത്തില്ല, ചെറുതായിട്ടൊന്ന് സന്തോഷിക്കണം. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കേക്ക് മേടിക്കണം, കുറച്ച് മിഠായി ഒക്കെ മേടിക്കണം. അവൾക്ക് മിഠായി കരിയാണ്. പിന്നെ അവൾക്ക് പുറത്ത് കൊണ്ടുപോയി ഫുഡ് മേടിക്കണം. ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെന്താ, അവിടെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണമെന്നാ പറഞ്ഞിരിക്കണേ. ചിലപ്പോ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചിലപ്പം അവൾ വന്ന ശേഷം ഞങ്ങൾ പുറത്തു പോകും. അങ്ങനെയാണ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഈ സമയങ്ങളിലൊന്നും ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല. പിറന്നാളിനെ കുറിച്ചോ അല്ലെങ്കിൽ പുറത്തു പോകണെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. എന്ത് പിറന്നാള്, ഒരു കേക്ക് മേടിക്കും, മുറിക്കും, അത്ര തന്നെ. അല്ലാണ്ട് എന്ത് പിറന്നാള് എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കാം. അതിലും ഭയങ്കര ഒരു എന്താ പറയാ, ഒരു സന്തോഷത്തിരിക്കണം എന്റെ തമ്മു കൂടെ കേട്ടാ. തമ്മൂന് എന്റെ പിറന്നാൾ എന്താ എല്ലാവർക്കും പിറന്നാളെന്ന് പറയുമ്പോഴല്ലോ ഒന്നാമത് നമ്മൾ ആദ്യം മുതലേ ഇങ്ങനെ ആഘോഷിച്ച് വരുന്ന സമയത്ത് അടുത്ത വർഷം നമുക്ക് എന്റെ പിറന്നാളിന് ഇങ്ങനെ ചെയ്യും, അത് എന്റെ പിറന്നാൾ ഇങ്ങനെയാവും. എല്ലാ ദിവസവും നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ അവസാനം വരെ ആഘോഷിക്കുക. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വലിയൊരു ആഘോഷം കഴിഞ്ഞ വർഷം കൊടുത്തിട്ട് ഈ പ്രാവശ്യം ആഘോഷമില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിന് ഭയങ്കര വിഷമമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞാൻ കഴിയുന്നതും മീഡിയം ഏകദേശം ഒരേപോലെ പോകുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് വലുതായിട്ട് ആഘോഷിക്കൂല, എന്നാൽ അങ്ങനെ ഭയങ്കരമായിട്ട് താഴേക്കും പോകൂല. ഞാൻ അങ്ങനെയാട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമാവില്ലേ, കുട്ടികളല്ലേ. അപ്പോ കേക്ക് ഓർഡർ ചെയ്യണം. ഇന്ന് ഒരു ഉച്ചയാകുമ്പോഴേക്കും പോയാൽ മതിയാവും എന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ബ്രേക്ക് കിട്ടുമ്പോൾ വേണം പോകാൻ. ബ്രേക്ക് കിട്ടിയിട്ട് പോകണം, മിഠായി മേടിക്കണം. ഓക്കെ ശരി. അപ്പം ഞാൻ ഈ PK എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ. ഇഷ്ടം പോലെ ചോക്ലേറ്റ്സ് മിഠായികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഹായ്, അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ അമ്മയും തമ്മുമൊക്കെ ഭയങ്കര ബിസിയായിരുന്നു. തമ്മു എന്തോ കാർഡ് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തനൂജയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറയണ്ടായിരുന്നു അവൾ കാർഡിലിങ്ങനെ ഭയങ്കരമായിട്ട് ഉമ്മയൊക്കെ വെച്ചിട്ട് തനൂജയ്ക്ക് കൊടുക്കാൻ പോകണം. അപ്പം അമ്മ പറഞ്ഞ് കാർഡിൽ എഴുതിയത് മാത്രം പോരാ, റിയൽ ലൈഫിലും ഇങ്ങനെ ഉണ്ടായിരിക്കണം, എപ്പോഴും സ്നേഹത്തോടെ തന്നെ ആയിരിക്കണം എന്നമ്മ പറഞ്ഞിരുന്നു. നമ്മൾ മറ്റേ ഒരു യൂട്യൂബിൽ കണ്ട മാതിരി, ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും. അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴേ ഞാൻ സത്യത്തിൽ വിചാരിച്ചു എന്തൊരു സന്തോഷ കുടുംബമാണ്. എല്ലാ വീട്ടിലുണ്ടോ എല്ലാ തരത്തിലും വഴക്ക്. ഇപ്പം ഇവിടെ ആണെങ്കിലും ഞാൻ തമ്മും ആ പിള്ളേരൊക്കെ ആയിട്ട് വഴക്കിടും. ഇതൊക്കെ വഴക്കൊക്കെ ഒരു സൈഡിൽ കൂടി പോകും, വഴക്കൊക്കെ ഒരു സൈഡിൽ കൂടി പോകും. പക്ഷേ സ്നേഹമുണ്ട് നമുക്ക്. സ്നേഹത്തോടെ തന്നെ ഞങ്ങൾ എപ്പോഴും കളിക്കും, ചിരിക്കും. അമ്മയാണെങ്കിലും അതെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കും. കുഴപ്പമൊന്നുമില്ല. വഴക്കില്ലാത്ത വീടുകളുണ്ടോ? ചുരുക്കമൊന്നുമല്ല, ഇല്ലെന്ന് തന്നെ പറയാം. വെച്ചോണ്ടിരിക്കത്തില്ല. അപ്പം ഇപ്പം ഞാനും അമ്മയോട് നല്ല വഴക്കുണ്ടാവാറുണ്ട്. പക്ഷെ ചിലപ്പോൾ ആ വഴക്കുണ്ടാക്കി 5 നിമിഷത്തോട് ചിലപ്പോൾ അമ്മ ഒരു കാപ്പി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്ന്. അമ്മ ഒന്നും മിണ്ടൂല, കാപ്പി ഇട്ടുകൊണ്ട് വരും. നീ ഇപ്പം എന്നോട് വഴക്കിട്ടിരിക്കണേണല്ലോ, എനിക്കിപ്പോൾ കാപ്പി ഇടാൻ പറ്റത്തില്ല, അങ്ങനെ ഒന്നും പറ്റത്ത് പറയത്തില്ല. അപ്പം അപ്പം വഴക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല. വഴക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു സൈഡിൽ കൂടി പോവും. പിന്നെന്താണ്, തനൂജ ഉറങ്ങണയാണ്. അപ്പൊ തനൂജ ഒന്നും അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കം. നമ്മൾ തലവേദന എന്ന് പറയുന്നത്.
വിശക്കെന്ന് പറഞ്ഞ് ദോശ ഇട്ട് കൊടുത്ത് ദോശ കഴിച്ച് അത് കഴിഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങി. അപ്പം ഇവരെ എണീറ്റിട്ടില്ല. ബ്രൗണി കുറേ പ്രാവശ്യമായി പോയി നോക്കണേ തനുജനെ, എണീക്കാത്ത കാരണം എന്താ എണീക്കാത്തതെന്ന് വിചാരിച്ചിട്ട്. ബ്രൗണി ഇവിടെ ഇപ്പം എന്തോ ആലോചിച്ചോണ്ടിരിക്കണേണ്. വന്നേ വാ വാടാ. ഞങ്ങളുടെ ബ്രൗണി കൊട്ട കേട്ടാ മുഖത്ത് മുഴുവൻ മണ്ണ് തിന്നു മണ്ണ് നിന്നേക്കണ് മുഴുവൻ മണ്ണ് തിന്നാ നീ മണ്ണ് എന്തിനാ തിന്നത്? ഇതാണ് പുറത്തേക്ക് കിടക്കണേ അല്ലേ? മണ്ണിപ്പോൾ കിടക്കണതിനാണ്, മണ്ണ് തിന്നാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ ഞങ്ങള് രാത്രിയിൽ ഞാൻ തനുജയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ രാത്രിയിൽ ഗിഫ്റ്റ് കൊടുക്കും. തമ്മു എന്തോ ഗിഫ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് മിഠായികൾ മേടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കും, ഒരു ഹാപ്പി ബർത്ത്ഡേ പറയും, ജസ്റ്റ് വിഷ് ചെയ്യും. അത് തന്നെ മതി നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. വില മതിക്കാനാവാത്ത സന്തോഷ സമാധാനമാണ് ഏറ്റവും വലുതല്ലേ. അപ്പം അത്രയൊക്കെയുള്ളൂ എൻ്റെ കയ്യിൽ കൊടുക്കാൻ. എപ്പോഴും ഇവരുടെ പിറന്നാളുകൾ വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മളിൽ കുറവായിരിക്കും, എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത് തരണം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും. അതെങ്ങനെ വന്നാലും ഞാനത് ചെയ്തിരിക്കും. ഒരു കേക്ക് ജസ്റ്റ് നമുക്ക് അത് അത്ര മതി. നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. പിന്നെ അവരുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുക. വലിയ വലിയ ഇഷ്ടങ്ങൾ സാധിക്കാൻ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. അവളുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുക, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അത്രയൊക്കെ തന്നെ. കൊച്ചു കൊച്ച ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെന്താ, നാളെ ഒരു ഫിലിം ടിക്കറ്റ് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല. പിന്നെ സൂക്ഷ്മദർശിനി എന്നാണ് സിനിമയുടെ പേര്. ബേസിലെ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബേസിലും നമ്മുടെ ക്യൂട്ട്, അവളുടെ പേരെന്താ, നസ്രിയ. അപ്പോൾ ക്യൂട്ട് നസ്രിയനൊക്കെ കാണാൻ ഞങ്ങൾ പോവും. വൈകുന്നേരമാണ്. അപ്പോൾ അതിന് മുമ്പ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. കേക്ക് ഇവിടെ വന്നോളും. നവ്യെന്ന് നമ്മൾ ട്രഫിളിൻ്റെ കേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇനി നൈറ്റ് കാണാം. ഓക്കെ, ബൈ ബൈ. എന്താ നാണോ ആകണം? എവിടെ ഹാപ്പി ബർത്ത്ഡേക്കാരി എവിടെ? ബർത്ത്ഡേക്കാരി എവിടെ? അച്ചോ, മുടിയൊന്നും പിന്നീടാൻ പറഞ്ഞ കേൾക്കൂല. നിന്റെ ഗിഫ്റ്റ് എന്താ? പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും ഇല്ല നമുക്ക്. ഇതാണ് ഗിഫ്റ്റ്. തനുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോണേ. എന്നിട്ട് തമ്മുവിന്റെ വക ഗിഫ്റ്റ്. തനു എന്താ മുഖം അങ്ങനെ വെച്ചിരിക്കുന്നത്? അത് വരച്ചത് എങ്ങനെയുണ്ടടി? കൊച്ചു വരച്ചത് എങ്ങനെയുണ്ടടി? പറയൂല. എന്താടി അത്? നല്ല പേപ്പറൊക്കെ വെട്ടി ഒട്ടിച്ച്. അയ്യോ, തനുജയ്ക്ക് എന്തൊരു സന്തോഷം മിഠായി പറഞ്ഞപ്പോ. I feel so lucky to have you as my sister. Hope your birthday is special. Hope your birthday is special as you are. May all your dreams come true. I love you. You are cute. You are so cute. ഫാൻ ഓഫ് ചെയ്തത് തമ്മ. Happy birthday to you. ഇതെന്റെ മിഠായി കാണിച്ചു. കഴിഞ്ഞ മിഠായി 2 കിക്കാറ്റാ. എന്തൊക്കെയാണത്? 100 കൂട്ടം പേപ്പർ ഉണ്ട്. മൈ കീപ്പർ ഓഫ് സീക്രറ്റ്സ്, മൈ ബെസ്റ്റ് ബി ആണ്, ബെസ്റ്റ് മെമ്മറീസ് മൈ റോക്ക്, മൈ സിസ്റ്റർ റോക്ക. തമ്മുവിന്റെ കരവിരുതുകളാണ് ഇതൊക്കെ.
പൊന്നു എൻ്റെ തനുവിന് എന്ത് വേണം ഇനി എൻ്റെ പൊന്നു. ഓ രാജകുമാരി. രാജകുമാരി ആക്കിയാ നീ അവളെ? അടുത്തത് എന്തത് ഫോണാ? എന്താണ് ഇതാ തനുജ? പിന്നെന്താ? ഫേവറേറ്റ് മിഠായി എന്ത് സാധനമാണെന്ന് നോക്കട്ടെ. റോൾസാ? സമയം കിട്ടുമ്പോ നമുക്ക് പൊളിക്കാം. ഓക്കെ. വീഡിയോ പോയി കഴിയുമ്പോ അപ്പൊ തമ്മുന്റെ എല്ലാം കഴിഞ്ഞില്ലേ? ഇനി അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വാ, വേറെ ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട. മതിയല്ല അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ അമ്മയ്ക്കൊരു മിഠായി എന്നാ കേട്ടാ. മിഠായി ഏതുണ്ടായിരുന്നു അമ്മയ്ക്ക്? ഇത് അതിന് വേണ്ട, അത് എനിക്ക് ഇതിന് മിഠായി. ഇനി എനിക്കൊരെന്താ തരൂ ചേച്ചി? ഇതാണ് അമ്മയുടെ ഇഷ്ടപ്പെട്ടോ നോക്ക്. എന്താ സാധനം? മമ്മിയാ? പറയാൻ പറ്റില്ലടാ. ഇതൊക്കെ നീ എപ്പോഴുണ്ടാക്കിയ പിൻട്രസ്റ്റിന്? ഞങ്ങളുടെ വേറെ ആരും കൊണ്ടുപോകില്ല. ഞാൻ കൊണ്ടുപോകും. എന്താമേ? എന്താണിത്? എനിക്കൂല അറിയൂല. ഫാർമസിയാ? വയ്യ പ്രാന്ത് കയറണ്ട എനിക്ക്. എന്താ ലാസ്റ്റ് നോക്കുമ്പോ ഒരു പേപ്പർ കിട്ടിട്ട് അമ്മ പറഞ്ഞ കിടക്കുന്നത് പ്രേമിലു. അതാണിത്. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് എനിക്കിത് കാണാൻ പറ്റില്ല. ഇതാണ് എല്ലാവരും ബ്ലൂ ആയി പോയല്ലോ. ഇഷ്ടപ്പെട്ടാ? ആ സാധാരണ ലൈറ്റ് നോക്കടി. ഞാൻ നോക്കട്ടെ. ഓ സീന് ഇത് എവിടെ തൊടുമ്പോഴും എഴുതിയിരിക്കും വർക്ക് ചെയ്യണ. കണ്ണി തൊട്ടാ മതിയോ? കണ്ണി സെറ്റ് സാധനം കൊള്ളാം, അടിപൊളി. അപ്പൊ രാജകുമാരിക്ക് ഒരു കാര്യം ചെയ്യാം. എന്തായാലും രാജകുമാരിയാണല്ലോ. രാജകുമാരിക്ക് ഇതെന്താ പൊളിക്കാൻ പറ്റാത്ത? ഇത് കണ്ടോ ഗൈസ്? Look at the bed. Oh my god. രാജകുമാരിക്ക് മാല. രാജകുമാരി ഇഷ്ടപ്പെട്ട മാല. വളരെ കഷ്ടപ്പെട്ട് 22 ക്യാരറ്റ് മാല. 22 ക്യാരറ്റ് നോക്കട്ടെ, എനിക്ക് എത്ര നോക്കട്ടെ നീളം. ഇത്ര വലിയ മാല ആരെങ്കിലും മേടിച്ചു തരാം നിങ്ങൾക്ക്? അയ്യോ അവൾക്ക് ആ മാല ഇത് കാരണം നിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കൊള്ളാട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അപ്പൊ ഞാനാ ഞങ്ങളുണ്ട് കൂടി. ഓക്കെ ബൈ ബൈ. കൊള്ളാട്ടല്ലേ ഇത്? കൊള്ളാം കൊള്ളാം. അമ്മയുടെ ഐഡിയ ആണോ? തന്നിച്ച് നീ പല്ല് വെച്ചാണോ? ഞങ്ങളങ്ങനെ പല്ലും തരും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ തിന്നേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. തന്നിച്ച് ടൂ മച്ചാണ് കേട്ടാ. പല്ലേച്ചോ, പോയി പല്ലേച്ചോ. അപ്പൊ കഴിഞ്ഞ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ഇപ്പൊ ബർത്ത്ഡേക്ക് വിഷൊക്കെ ചെയ്ത് നമ്മുടെ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമുക്ക് വേഗം തുടങ്ങാം. ഈ മിഠായി എനിക്ക് തന്നേക്കണം, ഒറ്റയ്ക്ക് തിന്നരുതല്ല. അപ്പൊ ഞാനാവേ കൊറേ നേരം എന്നെ നോക്കണില്ല. തമ്മൂനും ഇവിടെ ഒരാളും കൂടി ഉണ്ട്, താഴെ കിടക്കണ ഒരാള്. രാവിലെ ദോശയും ചട്നിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് കഴിച്ച് ഉച്ചക്കലത്തേക്ക് ഞങ്ങൾ എരിശ്ശേരിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ചിക്കനും അതൊന്നും വേണ്ടാന്ന് തനുജ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. ഞാൻ വേഗം പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ഒരു 5 മിനിറ്റ് മതി എനിക്ക്. ജസ്റ്റ് ഒരു ക്രീം ഇട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. മുടിയും കിട്ടും, ഒരു കമ്മലിടും. സൈഡിൽ നിന്ന് തമ്മു ലിപ്സ്റ്റിക്ക് പോരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതും കുറച്ചും കൂടി ലിപ്സ്റ്റിക്ക് ഇട്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അറിയുന്ന പോലുമില്ല എന്ന് തമ്മു പറയുന്നത്.
അപ്പം ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു, മുടി ചെയ്യി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുടി നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ടായിരുന്നു, നല്ല തിളക്കമായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഓരോ മുടിയും ഇങ്ങനെ വിട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണണം. എല്ലാവരും ഈ നമ്മുടെ തേയില വെള്ളത്തിലൊക്കെ കലക്കി ചിലപ്പം കുറച്ച് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അതിനൊരു കൂട്ടുണ്ട്. നമ്മൾ ആ കൂട്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല ബലവും പിന്നെ കൊഴിയുന്ന മുടിക്കൊക്കെ പെട്ടെന്ന് നമുക്ക് കൊഴിച്ചിലൊക്കെ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഹെന്നയുടെ ഒരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ഞാൻ കമ്മലിട്ടു. പൊതുവേ ഞാൻ മാലയൊന്നും ഇടാത്തതാണ്. അപ്പോൾ തമ്മു പറഞ്ഞു കഴുത്ത് വലിയ കഴുത്ത്, അപ്പം ഒരു മാല ഇടാൻ പറഞ്ഞിട്ട് എനിക്ക് തമ്മുവിൻ്റെ ഒരു മാലയാണ് എനിക്ക് തന്നത് കേട്ടോ. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ റെഡിയായി പോവാണ്. ഞങ്ങൾ സിനിമ കാണാൻ പോവാണ്. ഏത് സിനിമ തനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഏതാ ചൂടെടുക്കും ഏട്ടനെ. സമയം 3:30 കഴിഞ്ഞു. ഇവിടെ അടുത്താണ്, വേഗം എത്തും. ആ അമ്മ പറയാനുണ്ട്. ഓക്കെ. അപ്പോൾ ഇടപ്പള്ളി നമ്മൾ വനിതാ തിയേറ്ററിലാണ് വന്നത്. ഞങ്ങൾ കയറിയിരുന്നു. സീറ്റൊക്കെ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. വനിതാ തിയേറ്റർ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ തുടങ്ങാനായി. നസ്രിയ ഒരു നോർമൽ ലുക്കിലാണ് ഇതിലുള്ളത്. ബേസിലിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ചെറിയൊരു സംഭവം സംഭവിച്ചാണ്. നമുക്ക് മൂടെല്ലാം പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ സുഖം തോന്നുന്നില്ല, സന്തോഷമില്ല. ഇപ്പോൾ പറയില്ല, രാവിലെ ഒരു ചൊല്ലു പറയില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കല ഉടച്ച ഒരു ഫീലിംഗ് ആയിപ്പോയി ഇപ്പോൾ. അപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നില്ല പറയണത്. ഈവനിങ്ങിൽ പോയി ഇനി വീട്ടിൽ ഫുഡ് കഴിക്കണ്ട. കാരണമൊന്നും ഇപ്പോൾ ഇതാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അപ്പോൾ അപ്പോൾ അങ്ങനെ ആയതുള്ള കാരണം ഞങ്ങളിവിടെ കയറി 2 കാപ്പി കുടിച്ചു. കാപ്പി കുടിക്കാമെന്ന് വെച്ചു. കാപ്പി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും വേണ്ടാന്ന്. എന്ത് പറ്റിയെന്നാവും. കാപ്പി കുടിച്ചോ? അവൾക്ക് സോഡാ സർബത്ത്, തമ്മൂന് സോഡാ സർബത്ത് ഇഷ്ടമാണ്. സോഡാ സർബത്ത് വേണമെന്ന് പറഞ്ഞ്. ശരി. ഇവിടെ ഷവർമ, വേറെ സ്നാക്സൊക്കെ തീർന്നു. ഇവിടെ പിന്നെ ഷവർമയും ബർഗറും ഉണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അത് വേണ്ടാന്ന് പറയുന്നു. ഈ ബർഗർ വേണാടി? വേണ്ട. ഷവർമയും വേണ്ട. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ ഫുഡ് കഴിക്കാൻ പോയാലും വേസ്റ്റ് ആക്കും. ഞാനും അമ്മയും അങ്ങനെ അധികം കഴിക്കാത്ത ആൾക്കാരാണ്. പിന്നെ ഇവർ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു. അങ്ങനെ ഇരിക്കുന്നതാണ്. അവർക്ക് കാപ്പി ഇഷ്ടം. നീ കാപ്പി പറയുന്നത് വീട്ടിലൊരാൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ബ്രൗണി. അതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സ് മുഴുവൻ അവിടെയാണ്. അപ്പോൾ വെള്ളം കുടിച്ചോ തന്നു? എന്തിനാന്ന് പറയാം. ഞങ്ങളങ്ങനെ എടപ്പള്ളി വന്നു. എല്ലാം ഭയങ്കര ധൃതി പിടിക്കലായിരുന്നു. തനു അപ്പോൾ ഗൈസ് അവർ പോവാണ്. അപ്പോൾ ഇതാണ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ തനുജ എന്ന് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. നമുക്കതൊന്നും വേണ്ട, നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ്. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ തനു. ഹാപ്പി ബർത്ത്ഡേ ടു യു. May God bless you.
കേട്ടോ തരാം കേട്ടോ കേക്ക് നല്ല അല്ലേ അമ്മേ? ശകം എന്താ അമ്മ ക്രീം കൊടുക്കലേട്ടാ തന്നെ കണ്ടോ കേട്ടോ. അത്ര വലിയ ദിവസം വേണ്ട പോയിരുന്നോ അപ്പൊ കഴിഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ആഘോഷം അല്ലേ? തമ്മു ബ്രൗണി ഇവിടെ ഇരിപ്പുണ്ട് കഴിക്കാൻ. അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ.